നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും അവസാനഘട്ട അലോട്ട്മെൻറ്റ് സ്ട്രേ വേക്കൻസി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആദ്യ 3 അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ടാണ് സ്ട്രേ വേക്കൻസി റൗണ്ട് നടത്തപ്പെടുക. ഈ 3 റൗണ്ടുകളിലും ഫില്ല് ചെയ്യാത്ത വേക്കൻസി ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ മേഖലയിൽ ധാരാളം MBBS സീറ്റുകളാണ് ഒഴിവുള്ളതെന്ന് നമുക്ക് കാണാം. അലോട്ട്മെൻറ്റിൻ്റെ കാലതാമസവും പുതിയ കോളേജ് അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ വിദ്യാർത്ഥികൾ കൂടുതലായി ഓപ്ഷൻ കൊടുത്ത് എന്നാൽ അഡ്മിഷൻ എടുക്കാത്ത സ്ഥിതിവിശേഷത്തിലൊക്കെ ആയിരിക്കാം 60-ലധികം സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകളും 45-ലധികം സീറ്റുകൾ മുസ്ലിം വിഭാഗത്തിൻ്റെ സീറ്റുകളൊക്കെ MBBSൽ ഒഴിവ് വന്നിരിക്കുന്നു. MBBSൻ്റെയും BDSൻ്റെയും സ്ട്രേ വേക്കൻസി നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ സ്ട്രേ വേക്കൻസിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, ഹോമിയോ പോലുള്ള കോഴ്സുകളുടെ സ്ട്രേ വേക്കൻസി ലിസ്റ്റ് പ്രൊവിഷണൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ അഡ്മിഷൻ എടുക്കേണ്ട നോട്ടിഫിക്കേഷനും നാളത്തോടുകൂടി സൈറ്റിൽ വരും. അതിൽ പ്രവേശനം കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജുകൾ ചെന്ന് ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം. MBBSനും BDSനും ചേരാനുള്ള വിദ്യാർത്ഥികൾ അതിൽ നിന്ന് മാറണമെങ്കിൽ ലിക്വിഡേഷൻ ഡാമേജിൻ്റെയൊക്കെ പരിധിയിൽ വരുമായിരിക്കുകയും ചെയ്യാം. അതിൽ ഒക്കെ വീണ്ടും ഒഴിവുകൾ വരികയും ഒക്കെ ചെയ്യും. MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് നടത്താതെ അലൈഡ് കോഴ്സുകൾ നടത്തിയതുകൊണ്ട് ഒരുപക്ഷെ ആ മേഖലയിലും ഒഴിവുകൾ വരും. അതോടൊപ്പം തന്നെ MBBSൽ ഇത്രയധികം ഒഴിവുകൾ വന്നതുകൊണ്ട് 3-ാം ഘട്ടത്തിൽ BDS ഒക്കെ എടുത്ത് സ്വകാര്യ മേഖലയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് MBBSന് അർഹതയുണ്ടായിട്ട് പോലും അതിൽ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷവും ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള MBBS BDSൻ്റെ വേക്കൻസി ലിസ്റ്റ് കണ്ടിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാം. എന്നാൽ ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റ് മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഒഴിവുള്ളത്. കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു സീറ്റും ഈഴവ കാറ്റഗറിയിൽ ഒരു സീറ്റ്. അങ്ങനെ MBBSന് ഗവൺമെൻറ് മേഖലയിൽ 2 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. BDSന് എന്നാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, BDSന് ഏതാണ്ട് 10-ലധികം വേക്കൻസികൾ ഗവൺമെൻറ് മേഖലയിൽ ഒഴിവുണ്ട്. സ്വകാര്യ മേഖലയിലോട്ട് വരുമ്പോഴേക്കുമാണ് വേക്കൻസി സീറ്റുകളുടെ വലിയ ഒരു നിര തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. MBBSന് അൽ-അസർ മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ, അതായത് സ്റ്റേറ്റ് മെറിറ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന 7 സീറ്റുകൾ. അൽ-അസറിൽ തന്നെ മുസ്ലിം മൈനോറിറ്റി സീറ്റുകൾ 7 സീറ്റുകൾ, NRI സീറ്റ് 1 സീറ്റ്, അൽ-അസറിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 5 സീറ്റുകൾ, വിശ്വകർമ്മ വിഭാഗത്തിൽ 1 സീറ്റ്. അങ്ങനെ ഈ ഒരു കോളേജിൽ മാത്രം സ്റ്റേറ്റ് മെറിറ്റിൽ ഏതാണ്ട് 12 സീറ്റുകൾ ഒഴിവ് വന്നിരിക്കുന്നു. മുസ്ലിം മൈനോറിറ്റി 7 സീറ്റുകളും ഒഴിവുണ്ട്, വിശ്വകർമ്മ വിഭാഗത്തിൽ 1 സീറ്റും. അസീസിയ മെഡിക്കൽ കോളേജിലോട്ട് വരുമ്പോഴേക്കും ഈഴവ റിസർവേഷൻ 1, മുസ്ലിം മൈനോറിറ്റി 1. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ മൈനോറിറ്റി 1 സീറ്റ്, BH വിഭാഗത്തിലും 1 സീറ്റ്, MESൽ മൈനോറിറ്റി വിഭാഗത്തിൽ 1 സീറ്റ്, ഗോകുലത്തിൽ NRI 1 സീറ്റ്, KMCT മെഡിക്കൽ കോളേജിൽ മുസ്ലിം മൈനോറിറ്റി 1 സീറ്റ്, PK ദാസിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ 1 സീറ്റും സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റും. അങ്ങനെ 3 സീറ്റുകൾ PK ദാസിൽ ഒഴിവുണ്ട്. 3-ാം ഘട്ടത്തിൽ ആദ്യമായി കേരള മെഡിക്കൽ കോളേജ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് 6200 ആയിരുന്നു കേരള മെഡിക്കൽ റാങ്ക് ലാസ്റ്റ് റാങ്ക്. ധാരാളം വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ആ അലോട്ട്മെൻറ്റിൽ ആ കോളേജ് ഉൾപ്പെടുത്തുകയും പ്രവേശനം നേടാതെ വരികയും ചെയ്തതുകൊണ്ട് ഏതാണ്ട് പകുതിയിലധികം സീറ്റുകളും ഒഴിവായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുതിയതായി തുടങ്ങിയ കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് ഈഴവ കാറ്റഗറി 1, ലാറ്റിൻ വിഭാഗത്തിൽ 1, മുസ്ലിം മൈനോറിറ്റിയിൽ 33 സീറ്റുകളാണ് അവിടെ ഒഴിവുള്ളത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 14,100 വരെ കേരള മെഡിക്കൽ റാങ്കിന് മുസ്ലിം മൈനോറിറ്റിയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഏതാണ്ട് ഈ ഒരു കോളേജിൽ മാത്രം 33 സീറ്റുകൾ ഒഴിവുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ അൽ-അസറിലും 7 സീറ്റുകൾ മുസ്ലിം മൈനോറിറ്റിയിൽ ഒഴിവുണ്ട്. 40-ലധികം സീറ്റുകളാണ് മുസ്ലിം മൈനോറിറ്റിക്ക് ഇനിയും ഒഴിവായിട്ടുള്ളത്. ഏതാണ്ട് 14,100 വരെ കേരള മെഡിക്കൽ റാങ്കിന് ഈ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തു. ഇതിന് ശേഷമുള്ള ഒരുവിധം വിദ്യാർത്ഥികളൊക്കെ BDSനൊക്കെ അഡ്മിഷൻ എടുത്തു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ ഈ ഓപ്ഷൻസുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുമില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.
നമുക്ക് അവിടെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ ഒരു സീറ്റ്, NRI വിഭാഗത്തിൽ 4 സീറ്റ്, SC വിഭാഗത്തിൽ 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 19 സീറ്റുകൾ അവിടെ ഒഴിവുണ്ട്. അവിടെ നമുക്ക് കാണാം ഓൾ ഇന്ത്യ മെറിറ്റിൽ 16 സീറ്റുകളും സ്റ്റേറ്റ് മെറിറ്റിൽ 19 സീറ്റുകളും 35 സീറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കേരള മെഡിക്കൽ കോളേജിൽ ഒഴിവുണ്ട്. മുസ്ലിം മൈനോറിറ്റിയിൽ 33 സീറ്റുകളും ആ ഒരു കോളേജിൽ ഒഴിവ് വന്നിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് വരികയും ഏതാണ്ട് 6200 ലാസ്റ്റ് റാങ്ക് വരികയും ചെയ്തപ്പോൾ ധാരാളം കുട്ടികൾ അനാവശ്യമായ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇത്രയധികം വേക്കൻസി വന്നതെന്ന് തോന്നുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ MU കാറ്റഗറിയിൽ 1 സീറ്റും മൗണ്ട് സിയോണിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ 1 സീറ്റ്, ഓൾ ഇന്ത്യ മെറിറ്റിൽ 2 സീറ്റ്, അതുപോലെ തന്നെ വാളയാറുള്ള പുതിയ കോളേജിൽ 2ാമത്തെ വർഷം എന്നുള്ള വാളയാറിൽ ഓൾ ഇന്ത്യ മെറിറ്റിലും സ്റ്റേറ്റ് മെറിറ്റിലും 3 സീറ്റുകൾ, അങ്ങനെ 6 സീറ്റുകൾ ആ കോളേജിൽ ഒഴിവുണ്ട്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റ്, ശ്രീനാരായണയിലെ EWS വിഭാഗത്തിൽ 1 സീറ്റ്, അതുപോലെ വിശ്വകർമ്മ വിഭാഗത്തിൽ 1 സീറ്റ് എന്നിവ ഒഴിവുണ്ട്. SUTയിൽ NRI സീറ്റുകൾ 2 സീറ്റ്, NRIയിൽ ഏതാണ്ട് 4 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. പക്ഷേ സ്റ്റേറ്റ് മെറിറ്റിലും ഓൾ ഇന്ത്യ മെറിറ്റിലും ധാരാളം സീറ്റുകൾ ഈ സ്ട്രേ വേക്കൻസിയിൽ ഒഴിവ് വരികയും ചെയ്തിരിക്കുന്നു. BDSലോട്ട് എത്തുമ്പോഴും ഗവൺമെൻറ് മേഖലയിൽ നമ്മൾ ഒഴിവുകൾ കണ്ടു, സ്വകാര്യ മേഖലയിൽ സീറ്റുകൾ ഒഴിവുണ്ട്. അത് നിങ്ങളുടെ സാധ്യതകളെ ഏതാണ്ട് 31,000 റാങ്ക് വരെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാ സാധ്യതകളും BDSനും സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ സീറ്റുകൾ ധാരാളമുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എത്രയായിരിക്കും രജിസ്ട്രേഷൻ ഫീസ്? മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകൾ മാത്രമേ MBBSോ BDSോ ഓപ്ഷൻ വെക്കുന്നുള്ളെങ്കിൽ 10,000 രൂപ മാത്രം രജിസ്ട്രേഷൻ ഫീസ് മതിയാകും. സ്വകാര്യ മേഖല കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ 25,000 രൂപ മാത്രം രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ചാൽ മതിയാകും. അതിൽ 5,000 ഓൾറെഡി തന്നെ നമ്മൾ ആദ്യം അടച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. SC ST ധീവര അല്ലെങ്കിൽ OEC വിഭാഗത്തിന് 500 രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ്. നമുക്ക് 13-ാം തീയതി രാത്രി വരെ മാത്രമേ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുള്ളൂ. ഇന്നു മുതൽ 13-ാം തീയതി രാത്രി വരെ മാത്രമേ ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ട്രേ വേക്കൻസി വഴിയാണ് പോകേണ്ടത്. നമ്മൾ മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി കാണാതെ അറിയാവുന്നതാണ്. ആദ്യ 3 അലോട്ട്മെൻറ്റുകളിൽ സീറ്റ് ലഭിച്ചവരെയോ അലോട്ടഡ് ആയവരെയോ 28-ാം തീയതിക്ക് ശേഷം വിടുതൽ മേടിച്ചവരെയോ ഇതിൽ പങ്കെടുപ്പിക്കുകയില്ല. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷനിൽ MBBSനോ BDSനോ ഡീംഡ് കോളേജുകളിലോ അഡ്മിഷൻ എടുത്തവരെയും ഈ സ്ട്രേ വേക്കൻസിയിൽ അലോട്ട്മെൻറ്റ് വന്നവരെയും അലോട്ടഡ് ആയവരെയും ഒഴിവാക്കിയായിരിക്കും ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. രജിസ്ട്രേഷൻ ഫീസ് 10,000 രൂപയാണ് ഗവൺമെൻറ് മേഖലയ്ക്ക്, സ്വകാര്യ മേഖലയ്ക്ക് 25,000 രൂപയും. സ്ട്രേ വേക്കൻസിയിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അതെടുത്തില്ല എങ്കിൽ ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരികയും ആ എമൗണ്ട് അടയ്ക്കാൻ ബാധ്യസ്ഥമാകുകയും ചെയ്യുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എങ്കിൽ അടുത്ത ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ രജിസ്ട്രേഷൻ ഫീസ് തിരികെ വരുന്നതുമായിരിക്കും. അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 13-ാം തീയതി രാത്രി 12 മണി വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം. അതോടെ 14-ാം തീയതി താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും 15-ാം തീയതി അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും 20-ാം തീയതിക്കുള്ളിൽ മുഴുവൻ ഫീസും അടച്ച് മുഴുവൻ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് കോളേജുകളിൽ ചേരുകയും ചെയ്യണം. അലൈഡ് കോഴ്സുകളിലൊക്കെയാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് തിരികെ മേടിച്ച് ഈ കോളേജുകളിൽ താല്പര്യമുള്ള കോളേജുകളിൽ വന്ന് ജോയിൻ ചെയ്യണം. മെഡിക്കൽ അലൈഡ് കോഴ്സുകളും MBBSും BDSും എല്ലാം ഇങ്ങനെ അലോട്ട്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് 2 മേഖലയിലും ഇനിയും സീറ്റുകൾ ഒഴിവ് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ 2,400, 2,500, 3,000 ഒക്കെയുള്ള വിദ്യാർത്ഥികൾ വെറ്റിനറിയുടെയും അഗ്രികൾച്ചറിൻ്റെയും ലിസ്റ്റിൽ ഇപ്പോൾ ഒരു പ്രൊവിഷണൽ ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുണ്ട്. അലൈഡ് കോഴ്സിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ പ്രൊവിഷണൽ ലിസ്റ്റും എൻട്രൻസ് കമ്മീഷണർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കംപ്ലൈൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി കംപ്ലൈൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വരികയും അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിൽ മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കും. നാളെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും നിങ്ങളുടെ പ്രൊഫൈല് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രസിദ്ധീകരിക്കുക. നീറ്റ് 2025 മാർക്കിനനുസരിച്ച് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയിലെയും MBBSൻ്റെയും BDSൻ്റെയും അവസാനഘട്ട അലോട്ട്മെൻറ്റാണ്, സ്ട്രേ വേക്കൻസിയാണ് ഇപ്പോൾ പുതിയതായി ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊന്നും പങ്കെടുക്കാത്തവർക്കും പങ്കെടുത്തിട്ട് സീറ്റ് ലഭിക്കാത്തവർക്കും ഇതിനകത്ത് വേക്കൻസി കാണിച്ചിരിക്കുന്ന ഏത് കോളേജുകളും പുതിയതായിട്ട് ഉൾപ്പെടുത്താനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച്
കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻ അനുസരിച്ച് പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് തന്നെ നൽകുക. നിങ്ങളുടെ റാങ്കിനനുസരിച്ച് കാറ്റഗറിക്ക് അനുസരിച്ച് തന്നെയാണ് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റും. MBBSൻ്റെ സ്വകാര്യ മേഖലയിൽ ധാരാളം വേക്കൻസികൾ, 100-ലധികം സീറ്റുകൾ വേക്കൻസി ആയിട്ടുണ്ട്. അതുകൊണ്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ, ഇത് ചേരാൻ താല്പര്യമുള്ളവർ ഓപ്ഷനുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഗവൺമെൻറ് മേഖലയിൽ നമുക്കറിയാം MBBSന് 24,000 രൂപയാണ് ഫീസെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഏതാണ്ട് 8.5 ലക്ഷം രൂപ ട്യൂഷൻ ഫീസും ഏതാണ്ട് 2 ലക്ഷം രൂപയോളമായിരിക്കും അഡീഷണൽ ഫീസിനത്തിന് നമുക്ക് ചിലവ് വരിക. SC, ST, OEC ധീവര വിഭാഗത്തിന് ട്യൂഷൻ ഫീസ് ഒഴിവാക്കി പഠനം തുടരുകയുമാകാം. അപ്പോൾ ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ 10,000-ൻ്റെ അടുത്ത് റാങ്കുള്ളവർ, 10,000 കഴിഞ്ഞിട്ട് റാങ്കുള്ളവരൊക്കെ, 15,000 ഒക്കെ ഉള്ളവർ, മുസ്ലിം വിഭാഗത്തിലൊക്കെ ഉള്ളവർ 15,000-ഉം 16,000-ഉം ഒക്കെ ഉള്ളവർ, നിങ്ങൾ ഈ കോഴ്സുകൾക്കും കോളേജുകൾക്കും താല്പര്യമുണ്ടെങ്കിൽ, ഇത്രയും ഫീസ് അടച്ച് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ധാരാളം സീറ്റുകൾ ഒഴിവുണ്ട്. അപ്പോൾ സീറ്റുകളെക്കുറിച്ചും വേക്കൻസികളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി പോകുമെന്നുണ്ടെങ്കിൽ മാത്രം, അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ പോയില്ല എങ്കിൽ ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരികയും അടുത്ത വർഷത്തെ എൻട്രൻസിനെ വരെ, പ്രവേശനത്തിനെ വരെ ബാധിച്ചേക്കാം. ഒരു കാരണവശാലും MBBSൻ്റെയോ BDSൻ്റെയോ അലോട്ട്മെൻറ്റിൽ അനാവശ്യമായി പങ്കെടുക്കരുത്. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയും ഫീസ് ഘടന നമ്മൾ പറഞ്ഞു. ഗവൺമെൻറ് മേഖല MBBS 24,000 രൂപ, സ്വകാര്യ മേഖലയിലെ MBBS ഏകദേശം 10 ലക്ഷം രൂപയോളം ചിലവ് വരും. ഗവൺമെൻറ് മേഖലയിലെ BDS 20,000 രൂപ, സ്വകാര്യ മേഖലയിലെ BDS ഏതാണ്ട് 3.5 ലക്ഷം രൂപ ട്യൂഷൻ ഫീസ്. ഇത് കൊടുത്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അലോട്ടഡ് ആയിരിക്കുന്ന കോളേജിൽ നിർബന്ധമായും പോയി ചേർന്ന് പഠിക്കുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അലൈഡ് കോഴ്സുകളിൽ പ്രവേശനം എടുത്തു നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ 75,000 രൂപയോളം ലിക്വിഡേഷൻ ഡാമേജ് കൊടുത്തിട്ടായിരിക്കണം TC മേടിക്കാൻ, നിയമപ്രകാരം TC മേടിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ലഭ്യമാവുക. അതുകൊണ്ട് കൃത്യമായിട്ടും അലോട്ട്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. അലൈഡ് കോഴ്സുകളിൽ നിങ്ങൾ പ്രവേശനം എടുത്തു നിൽക്കുന്നവരാണെങ്കിൽ ലിക്വിഡേഷൻ ഡാമേജായി 75,000 കൊടുക്കാൻ നിങ്ങൾക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ MBBSനോ BDSനോ നിൽക്കുന്നവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അനാവശ്യമായ ഓപ്ഷനുകൾ കൊടുത്ത് ഇനിയും ഈ അലോട്ട്മെൻറ്റ് നടപടികൾ വൈകിപ്പിക്കാതെ യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാർ മാത്രം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. നീറ്റ് 2025ൻ്റെ അവസാന സാധ്യതയാണ് സ്ട്രേ വേക്കൻസി എന്ന് മനസ്സിലാക്കുക. വേക്കൻസി ലിസ്റ്റ് കൃത്യമായി പഠിച്ച് പ്രിഫറൻസ് ഓർഡർ കൃത്യമായി തയ്യാറാക്കി 13-ാം തീയതി രാത്രി 11:59 മുമ്പായിട്ട് നിങ്ങളുടെ ഓപ്ഷനുകൾ ഫില്ല് ചെയ്യുക. വീണ്ടും വാർത്തകളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.